ഹായ് എവരിബഡി, വെൽക്കം ടു അനദർ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് മിസ്റ്റർ, മിസ്സിസ്, മിസ്, മിസ് എന്നീ 4 ടൈറ്റിലുകൾ എങ്ങനെ ഉപയോഗിക്കണം എന്ന കാര്യമാണ്. ഇംഗ്ലീഷിൽ വളരെ കോമൺ ആയി ഉപയോഗിക്കുന്ന 4 ടൈറ്റിലുകളാണ് ഇവ. ദ ഫസ്റ്റ് വൺ ഈസ് മിസ്റ്റർ. MR എന്നാണ് ഇതിൻ്റെ സ്പെല്ലിംഗ്. അത് വായിക്കേണ്ടത് മിസ്റ്റർ എന്നാണ്. ഒരു പുരുഷൻ്റെ പേരിൻ്റെ മുന്നിലാണ് നമ്മൾ മിസ്റ്റർ എന്നത് ഉപയോഗിക്കുന്നത്. ആ പുരുഷൻ മാരീഡ് ആണോ അൺമാരീഡ് ആണോ എന്നത് നമ്മൾ കൺസിഡർ ചെയ്യില്ല. മാരീഡ് ആണെങ്കിലും അൺമാരീഡ് ആണെങ്കിലും മിസ്റ്റർ എന്ന് ഒരു പുരുഷൻ്റെ പേരിൻ്റെ മുന്നിൽ ഉപയോഗിക്കുന്നു. ഫോർ എക്സാമ്പിൾ, മിസ്റ്റർ വിജയൻ. ഗുഡ് ആഫ്റ്റർനൂൺ മിസ്റ്റർ രാഹുൽ. ദ സെക്കൻഡ് വൺ ഈസ് മിസ്സിസ്. അതിൻ്റെ സ്പെല്ലിംഗ് MRS എന്നാണ്. അത് ഉച്ചരിക്കേണ്ടത് മിസ്സിസ് എന്നാണ്. മിസ്സിസ്. മാരീഡ് ആയ ഒരു സ്ത്രീയുടെ പേരിൻ്റെ മുന്നിലാണ് നമ്മൾ മിസ്സിസ് എന്ന് ഉപയോഗിക്കുന്നത്. മിസ്സിസ് എലിസബത്ത്, മിസ്സിസ് ലൂസി. ഹലോ മിസ്സിസ് കാതറിൻ, ഹൗ ആർ യു ടുഡേ? ദ തേർഡ് വൺ ഈസ് മിസ്. MISS. വായിക്കേണ്ടത് മിസ്. കിസ് പോലെ. ഒരു അൺമാരീഡായ സ്ത്രീയുടെ പേരിൻ്റെ മുന്നിലാണ് നമ്മൾ മിസ് എന്ന ടൈറ്റിൽ കൊടുക്കുന്നത്. മിസ് മാരി, മിസ് ലീന, മിസ് ലീന കെയിം ടുഡേ. ദ ഫോർത്ത് വൺ ഈസ് മിസ്. അതിൻ്റെ സ്പെല്ലിംഗ് MS എന്നാണ്. അതിൻ്റെ പ്രൊനൗൺസിയേഷൻ മിസ്, മിസ് എന്നാണ്. ഓക്കെ. ഒരു സ്ത്രീ മാരീഡ് ആണോ അൺമാരീഡ് ആണോ എന്ന് അറിയാത്ത സാഹചര്യത്തിലും അതുപോലെ അവളുടെ മാരിറ്റൽ സ്റ്റാറ്റസ് പ്രസക്തമല്ലാത്ത സമയത്തുമൊക്കെയാണ് നമ്മൾ മിസ് എന്ന ടൈറ്റിൽ ഉപയോഗിക്കാറുള്ളത്. മിസ് മരിയ, മിസ് ഹെലൻ. വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു മിസ് ഹെലൻ? ഇനി ഇതുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട പോയിന്റുകൾ കൂടി പറയാനുണ്ട്. അതിലൊന്നാമത്തെ കാര്യം, ഒരു വ്യക്തിയുടെ പേരിൻ്റെ മുന്നിൽ ഡോക്ടർ, പ്രൊഫസർ പോലെയുള്ള എന്തെങ്കിലും ടൈറ്റിൽ ഇല്ലാത്ത സമയത്ത് മാത്രമാണ് നമ്മൾ ഈ മിസ്റ്റർ, മിസ്സിസ് പോലെയുള്ള ടൈറ്റിലുകൾ ഉപയോഗിക്കുകയുള്ളൂ. മാത്രമല്ല ഫോർമൽ സാഹചര്യങ്ങളിൽ മാത്രമാണ് നമ്മൾ ഈ പറഞ്ഞ മിസ്റ്റർ, മിസ്സിസ് പോലെയുള്ള ടൈറ്റിലുകൾ ഉപയോഗിക്കുകയുള്ളൂ. സാധാരണ ഇൻഫോർമൽ സംസാരങ്ങളിലൊന്നും ഈ പറഞ്ഞ കാര്യങ്ങൾ ഉപയോഗിക്കാറില്ല. അതുപോലെ ഈ 4 ടൈറ്റിലുകൾ എവിടെ ഉപയോഗിക്കുകയാണെങ്കിലും അവയുടെ ആദ്യ അക്ഷരം ക്യാപിറ്റൽ ലെറ്റർ തന്നെ ആയിരിക്കണം. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, മിസ്റ്റർ, മിസ്സിസ്, മിസ് എന്നിവയ്ക്ക് ശേഷം ഒരു ഡോട്ട് ഇടുകയോ ഇടാതിരിക്കുകയോ ചെയ്യാം. പൊതുവെ ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ ആ ഡോട്ട് ഉപയോഗിക്കാറില്ല, എന്നാൽ അമേരിക്കൻ ഇംഗ്ലീഷിൽ അത് ഉപയോഗിക്കാറുണ്ട് എന്നൊരു വ്യത്യാസമേ ഉള്ളൂ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോയുമായി വൈകാതെ വരാം.